തലസ്ഥാനത്തെ പ്രമുഖ അമ്യൂസ്മെന്റ് പാർക്കായ വെമ്പായത്തെ ഹാപ്പി ലാൻഡിൽ വൻ സുരക്ഷാ വീഴ്ചയെ തുടർന്ന് റൈഡ് പൊട്ടിവീണ് 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വിനോദസഞ്ചാരത്തിനായി തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ നിന്നും എത്തിയ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കാണ് അപകടം സംഭവിച്ചത്. മനോരഥി, മാലിനി, റോസ്, സീമണി, ശ്യാം ഡാനിയേൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. റൈഡിന്റെ പ്രധാന ഭാഗത്തെ വെൽഡിംഗ് പൊട്ടി താഴേക്ക് പതിച്ചതാണ് ഇത്രയും വലിയൊരു അപകടത്തിന് കാരണമായത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നെങ്കിലും പരിക്കുകൾ അതീവ ഗുരുതരമായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപകടത്തിന് പിന്നാലെ പാർക്ക് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ സമീപനത്തിനെതിരെ ദൃക്സാക്ഷികളും നാട്ടുകാരും കടുത്ത അമർഷത്തിലാണ്. ആംബുലൻസ് സൗകര്യം ഉണ്ടായിരുന്നില്ല. പ്രതിദിനം 100 കണക്കിന് ആളുകൾ എത്തുന്ന അമ്യൂസ്മെന്റ് പാർക്കിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ ഒരു ആംബുലൻസ് സൗകര്യം പോലും ഉണ്ടായിരുന്നില്ല. അപകടത്തിൽ ചോരയൊലിപ്പിച്ച് കിടന്ന പരിക്കേറ്റവരെ പാർക്കിലെ മാലിന്യം കൊണ്ടുപോകുന്ന വാഹനത്തിൽ മീനടുക്കുന്നത് പോലെ വാരിയെടുത്താണ് ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്ന് ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്രയും വലിയൊരു ദുരന്തം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പാർക്കിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന ഗുരുതരമായ ആരോപണവും ഉയർന്നിട്ടുണ്ട്. യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഹാപ്പി ലാൻഡ് പ്രവർത്തിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റൈഡ് ഇപ്പോൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ട ഒരു ഉന്നതാധികാരിയും സ്ഥലത്തേക്ക് എത്തി നോക്കാൻ പോലും തയ്യാറായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഹാപ്പി ലാൻഡിൽ അപകടങ്ങൾ ഇതാദ്യമായല്ല നടക്കുന്നത്. മുൻപ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ വീണ് ഒരു വിദ്യാർത്ഥി മുങ്ങി മരിച്ച സംഭവമുണ്ടായിരുന്നു. അന്നുയർന്ന സുരക്ഷാ ചോദ്യങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പാർക്ക് വീണ്ടും ആളുകളുടെ ജീവൻ വെച്ച് പന്താടുന്നത്. എന്താ സംഭവിച്ചത്? എന്താ കാരണം? സാറേ ഓഫീസ് ചെയ്തോണ്ടിരിക്കുന്നു പറഞ്ഞ കള്ള ഓഫീസ് എന്ന് പറഞ്ഞ കള്ളാണ് പുള്ളി. നിങ്ങളെ മാനേജറെ വിളിച്ചറിയിച്ചോ?